നല്ല കുടംപുളി ഇട്ട് വെച്ച അയല ചാറ് വെച്ചതുണ്ട് കേട്ടോ. അയലത്തല കണ്ടോ, അളിയന് പോലും കൊടുക്കരുതെന്നാ പറയാ, അത്ര ടേസ്റ്റ് അല്ലേ. മോരുകറി, അങ്ങനെ ഇലയൊക്കെ വാട്ടിയെടുത്ത് എണ്ണയൊക്കെ തൂകി അങ്ങനെ നമ്മുടെ കിടുക്കാച്ചി പൊതിച്ചോറിനുള്ള വാഴയില, നല്ല കൂമ്പല റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ നല്ല കുഞ്ഞുമണിയൻ കുത്തിരി ചോറിട്ട് കൊടുക്കുക. കുഞ്ഞു പൊതി മതി എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം നമ്മൾ കുഞ്ഞുമണിയൻ കുത്തിരി ചോറിട്ട് കൊടുത്തു. പിന്നെ എന്താണെന്നറിയോ, എന്നത്തെ പോലെ നല്ല നാടൻ കോഴിമുട്ട വറുത്തത് വെച്ച് കൊടുക്കുക. പിന്നെ നല്ല കാന്താരി ചമ്മന്തി ഉണ്ട്, കുഞ്ഞൻ കാന്താരി ഇല്ലേ, ഇതുണ്ടോ, കുഞ്ഞൻ കാന്താരി ചമ്മന്തി അരച്ചത്, ചെറിയുള്ളിയൊക്കെ വെച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ചമ്മന്തി, അങ്ങനെ കുഞ്ഞൻ ചമ്മന്തിയും വെച്ച് കൊടുത്തു. പിന്നെ ഇന്നത്തെ മെഴുക്കുവരട്ടി എന്താണെന്നറിയോ, കൂർക്ക മെഴുക്കുവരട്ടി വെച്ചതാണ്. വെളുത്തുള്ളിയും ചുമന്നുള്ളിയും ഉണക്കമുളകൊക്കെ ഇടിച്ചിട്ട് നല്ല കൂർക്ക ഒലത്തിയത്. കാണുമ്പോൾ കൊതി വരുന്നില്ലേ, വെളുത്തുള്ളിയൊക്കെ കണ്ടോ, കൂർക്ക ഒലത്തിയതുണ്ട്. പിന്നെ തോരൻ എന്താണെന്നറിയോ, നല്ല വെള്ളപ്പാവയ്ക്ക തോരൻ. വെള്ളപ്പാവയ്ക്ക തോരൻ ഇലക്കകത്ത് വാട്ടിയെടുത്തിട്ട് ആ പൊതി കഴിക്കുമ്പോഴുള്ളൊരു മണമുണ്ടല്ലോ, കൂർക്കയുടെയും പാവയ്ക്കയുടെയും, ആഹഹ. അങ്ങനെ പാവയ്ക്ക തോരൻ നിറയെ തേങ്ങയൊക്കെ വെച്ചിരിക്കുന്ന, കയ്പൊന്നുമില്ല, സവോളയൊക്കെ ചേർത്തിരിക്കുന്ന കാരണം. പിന്നെ നമുക്ക് കുഞ്ഞുമണിയൻ മത്തി വറുത്തതുണ്ട്. അപ്പോൾ കുഞ്ഞുമണിയൻ മത്തിയല്ലേ, എത്ര എണ്ണം തന്നാലും എനിക്ക് സന്തോഷം. ഞാനും കൂട്ടുകാരും കൂടി ആഘോഷമായിട്ട് കഴിച്ചോളാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പം കുഞ്ഞുമണിയൻ മത്തി കുരുമുളകൊക്കെ ഇട്ട് വറുത്തെടുത്താണ് ഇതാ. അങ്ങനെ ഇന്ന് ഒഴിച്ചു കൂട്ടാൻ എന്താണെന്ന് നോക്കണ്ടേ. ഒഴിച്ചു കൂട്ടാനായിട്ട് നല്ല അയലക്കറി ഉണ്ട് കേട്ടോ. 2 അയല 1/2 കിലോ ആയിരുന്നു. 1 കിലോ അയല 4 എണ്ണം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതുണ്ടോ അയലയുടെ വലിപ്പം. അപ്പം അയലയുടെ തലയാണ് ഏറ്റവും ഇഷ്ടം. അപ്പം തലയും വെക്കണം എന്നുള്ളതായിരുന്നു കേട്ടോ. അപ്പം ഞാൻ തലയും ഒരു നടുക്കഷ്ണവും കൂടെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇനി നമ്മുടെ മോരുകറി ഉണ്ടല്ലോ, അതിങ്ങനെ ചുറ്റും ഒഴിച്ചു കൊടുക്കണമെന്ന് എന്നോട് പറഞ്ഞിരുന്നേ. ഇതാ അങ്ങനെ അയലക്കറിയും നല്ല മോരുകറിയും കൂടെ ഇങ്ങനെ ഇലക്കകത്തേക്ക് ഒഴിച്ചിട്ട് വെക്കണമെന്നാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ നമ്മുടെ കിടുക്കാച്ചി പൊതിച്ചോറ് റെഡിയാകുന്നതിന് മുമ്പ് ഇത്തിരി അച്ചാറും കൂടെ വെക്കണമെന്ന് പറഞ്ഞു. ഇതാ നല്ല മാങ്ങ അച്ചാറുണ്ട് കേട്ടോ. എന്നാൽ നമുക്ക് എന്തൊക്കെ ഇന്നുണ്ടെന്നുള്ളതൊന്നും കൂടെ നോക്കിയാലോ. നാടൻ കോഴിമുട്ട വറുത്തത്, കുഞ്ഞൻ കാന്താരി മുളക് ചമ്മന്തി, കൂർക്ക ഉലത്തിയത്, പാവയ്ക്ക തോരൻ, മത്തിക്കുട്ടന്മാർ വറുത്തത്, അയലക്കറി, അതിന് ചുറ്റും ഇങ്ങനെ മോരുകറി ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ് കേട്ടോ. ഒരു മലയാളിക്ക് ഇതിൽ കൂടുതൽ എന്ത് വേണമെന്ന് ഓർത്ത് നോക്കി. അപ്പം നമ്മുടെ കിടുക്കാച്ചി പൊതിച്ചോറ് റെഡി ആയിട്ടുണ്ട്. പുതിയതായിട്ട് വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.
അപ്പോൾ നിങ്ങൾക്ക് പൊതിച്ചോറ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യണം കേട്ടോ. ഈ പൊതിച്ചോറ് കഴിക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണേ. നമ്മളൊരു കടയൊക്കെ ഇട്ടാൽ രക്ഷപ്പെടുമെന്ന് അറിയണ്ടേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ ബൈ ബൈ.